പോക്കോ ഗ്ലോബലി ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പോക്കോ M3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോക്കോ M3 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പോക്കോ M2യുടെ സക്സസറായിട്ട് തോന്നുമെങ്കിലും ഇത് ശരിക്കും അവിടെ ഒരു സക്സസർ അല്ല. കാരണം പോക്കോ M2 എന്ന് പറഞ്ഞ ഫോൺ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ഗ്രേഡ് തന്നെയാണ് പോക്കോ M2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് പോക്കോ M3നെ പറ്റി അറിയേണ്ട എല്ലാമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പോക്കോ M3 എങ്ങനെയുണ്ട്, പോക്കോ M2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കുറവ്, അതെല്ലാമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് പോക്കോ M3യുടെ ബിൽഡും ഡിസൈനും നോക്കാം. ബിൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോക്കോ M2ൽ കണ്ട പോലത്തെ ഒരു പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ് ലഭിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ് ബാക്കിൽ ലഭിക്കുന്നത്. പക്ഷേ മുകളിൽ നമുക്ക് വേറൊരു എലമെൻറ്റ് ലഭിക്കുന്നുണ്ട്. അതിൽ നമുക്ക് പോക്കോ എന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ട്. ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷൈനി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാക്കാണ്. 3 കളർ വേരിയൻസാണ് പോക്കോ M3 അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ക്യാമറ അറേ നോക്കുകയാണെങ്കിൽ നമുക്കൊരു റെക്ടാങ്കുലർ ക്യാമറ അറയാണ് ലഭിക്കുന്നത്. അതിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. അതിലൊരു ഫ്ലാഷും നമുക്ക് ലഭിക്കുന്നുണ്ട്. സൈഡിൽ നമുക്ക് വോളിയം ബട്ടണും പവർ ബട്ടണും എല്ലാം ലഭിക്കുന്നുണ്ട്. ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുന്നത് പവർ ബട്ടൺ തന്നെയാണ് എംബഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ഫോണുകളെ പോലെ തന്നെ. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു വാട്ടർഡ്രോപ്പ് നോച്ച് ലഭിക്കുന്നുണ്ട്. ഒരു 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് മിക്കവാറും നമ്മുടെ പോക്കോ M2ലൊക്കെ യൂസ് ചെയ്ത അതേ ഡിസ്പ്ലേ തന്നെ ആവാനാണ് ചാൻസ്. കാരണം നമുക്ക് സെയിം ഒരു ഡിസ്പ്ലേയുടെ ഒരു മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് പോക്കോ M2ൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ അതിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്പെക്സിൻ്റെ കാര്യത്തിലൂടെ അടക്കാം. പോക്കോ M3ൽ യൂസ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറഞ്ഞത് നമ്മുടെ പോക്കോ M2ൽ യൂസ് ചെയ്ത MediaTek Helio G18നെക്കാട്ടിലും പവർഫുൾ എന്ന് പറയണമെന്നൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അത്രത്തോളം പവർഫുൾ ഒന്നും അല്ലാത്തൊരു ചിപ്സെറ്റാണ്. നമ്മുടെ റിയൽമി നർസോ 20Aയിലൊക്കെ യൂസ് ചെയ്ത സ്നാപ്ഡ്രാഗൺ 665യുടെ ഒപ്പം അല്ലെങ്കിൽ അതിന് ഒരു തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. ഈ പറഞ്ഞ നമ്മുടെ പോക്കോ M2ൽ നിന്നും പോക്കോ M3ലോട്ട് വരുമ്പോൾ അതൊരു ഡൗൺ ഗ്രേഡ് തന്നെയാണ്. കാരണം അത്രത്തോളം പവർഫുൾ ആയിട്ടൊരു ചിപ്സെറ്റ് ഒന്നും അല്ല സ്നാപ്ഡ്രാഗൺ 662. നമ്മൾ റിയൽമി 7i വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയൽമി 7iയുടെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞത് സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റ് ഈ ഒരു ബഡ്ജറ്റിൽ കൊടുത്തു എന്നാണ്. സ്നാപ്ഡ്രാഗൺ 662 ഒരു മോശം ചിപ്സെറ്റാണ് എന്നല്ല. എന്നിരുന്നാലും ബാക്കിയുള്ള ചിപ്സെറ്റുകൾ MediaTek Helio G80 ആയാലും MediaTek Helio G85 ആയാലും ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം പവർഫുൾ അല്ല. കാരണം നമുക്ക് ഇപ്പോൾ വരുന്ന ഫോണുകൾ പോക്കോ M2 തന്നെ ആവട്ടെ, റെഡ്മി 9 പ്രൈം ആവട്ടെ, റിയൽമി നർസോ 20 ആവട്ടെ, ഇതിലൊക്കെ നമുക്ക് MediaTek Helio G80 G85 ഒക്കെ ലഭിക്കുന്നുണ്ട്. അത് ഇതിനെക്കാളും നല്ല രീതിയിൽ പവർഫുള്ളാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഒരു ഡൗൺ പോയിൻറ്റ്. 2 വേരിയൻസാണ് പോക്കോ M3 അവൈലബിൾ ആയിട്ടുള്ളത്. 4GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റും 4GB RAM 128GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള ഹയർ എൻഡ് വേരിയൻറ്റും. ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ വേരിയൻസൊക്കെ മാറാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഇന്ത്യയിൽ പോക്കോ M2 വന്നത് 6GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള ബേസ് വേരിയൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇന്ത്യയിലെ ലോഞ്ചിന് വേണ്ടിയിട്ട്. ക്യാമറയുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് പോക്കോ M3യിൽ ലഭിക്കുന്നത്. പ്രൈമറി ക്യാമറയുടെ കാര്യത്തിൽ നമുക്കൊരു ചെറിയൊരു അപ്ഗ്രേഡ് ലഭിക്കുന്നുണ്ട്. കാരണം നമുക്ക് പോക്കോ M2ൽ 13 MP പ്രൈമറി ക്യാമറ ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് പോക്കോ M3ലോട്ട് വരുമ്പോൾ 48 MP പ്രൈമറി ക്യാമറ ലഭിക്കുന്നുണ്ട്. സാംസങ് ISOCELL GM1 എന്ന് പറഞ്ഞ സെൻസറായിരിക്കും ഇതിലെ പ്രൈമറി ക്യാമറ. പിന്നെയുള്ളത് ഒരു 2 വെറുതെ വെച്ചിരിക്കുന്ന ഒരു നോക്കുത്തി പോലെ വെച്ചിരിക്കുന്ന 2 MP സെൻസറുകളുണ്ട്. ഒരെണ്ണം 2 MP മാക്രോ ക്യാമറ, ഒരെണ്ണം 2 MP ഡെപ്ത് സെൻസർ. രണ്ടും വലിയ കാര്യമൊന്നുമില്ല. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു 8 MP സെൽഫി ക്യാമറ ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈമറി ക്യാമറയിൽ ഒരു അപ്ഗ്രേഡ് കിട്ടുകയാണെങ്കിലും നമുക്ക് ഇതിൽ അൾട്രാ വൈഡ് സെൻസർ എടുത്തു കളഞ്ഞത് ഒരു ഡൗൺ ഗ്രേഡ് തന്നെയാണ്. നമുക്ക് പോക്കോ M2ൽ അൾട്രാ വൈഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, മാക്രോ ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡെപ്ത് സെൻസറും ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പായിരുന്നു പോക്കോ M2 ലഭിച്ചത്. അപ്പോൾ പോക്കോ M2ൽ നിന്ന് M3ലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ ക്യാമറയുടെ എണ്ണം കുറഞ്ഞു. അതിൽ നമുക്ക് അൾട്രാ വൈഡ് എടുത്തു കളഞ്ഞത് ഭയങ്കര ഒരു ചതിയായിപ്പോയി. നമുക്കതിന് പകരം ആ ഒരു ഡെപ്ത് സെൻസർ എടുത്ത് കളഞ്ഞിട്ട് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ അതവർ ചെയ്തില്ല. പക്ഷേ എന്നിരുന്നാലും അവർ കാണിച്ച സാമ്പിളുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. 48 MP നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ കിട്ടുമെന്ന് കയ്യിൽ കിട്ടുമ്പോൾ അറിയാം. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് എടുക്കാം. നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്ന ഒരു 6000 mAh ബാറ്ററിയാണ്.
അതെ, നമ്മളിനി മൊത്തം കാണാൻ പോകുന്നത് 6000 mAh ബാറ്ററി ആയിരിക്കും ഇനി ഈ 2021 കാരണം നമുക്ക് കഴിഞ്ഞ കൊല്ലം ഈ 2020 ഇറങ്ങിയ ഒട്ടുമിക്ക ഫോണുകളിൽ നമുക്ക് 5000 mAh ബാറ്ററി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ കാണാൻ പോകുന്ന 6000 mAh ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മൾ റിയൽമി നാർസോ 20 6000 mAh ബാറ്ററി കണ്ടു. ഇനിയിപ്പോൾ പോക്കോ M3യിലും 6000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പോക്കോ M2 ആയിട്ട് നോക്കുമ്പോൾ അതും ഒരു അപ്ഗ്രേഡ് തന്നെയാണ്, നമുക്ക് ഒരു 6000 mAh ബാറ്ററി ലഭിക്കുന്നതെന്ന് തന്നെ. ഇനി മിസലേനിയസ് കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രിപ്പിൾ സിം കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്, IR ബ്ലാസ്റ്റ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഷോമിയുടെ ഫോണിൽ നിന്നും വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് MIUI 12 ഔട്ട് ഓഫ് ദി ബോക്സ് ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് MIUI 12 ആണ് ലഭിക്കുന്നത്. MIUI 12 ഫോർ പോക്കോ എന്നവർ പറയുന്നുണ്ട്. ഒന്നുമില്ല, MIUI 12ൻ്റെ കൂടെ പോക്കോ ലോഞ്ചറും കൂടി ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. 2 വേരിയൻസാണുള്ളത്. ബേസ് വേരിയൻ്റായ 4GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ $149. അതിൻ്റെ കൺവേർഷൻ ചെയ്ത് വരുന്ന റേറ്റ് ഇപ്പോൾ കാണുന്നതാണ്. അടുത്ത വേരിയൻ്റായ 4GB RAM 128GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ $169. അത് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള വില ഇപ്പോൾ കാണുന്നതാണ്. അപ്പോൾ നല്ല ഒരു പ്രൈസിങ് എന്നൊക്കെ പറയാം. കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ ഉള്ള ഫോണുകളുടെ വിലയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ ഒരു അഗ്രസീവ് പ്രൈസിങ് ആയിട്ട് തോന്നും, നമുക്ക് അത്രയ്ക്കും അഗ്രസീവായിട്ടും തോന്നില്ല. കാരണം നമ്മുടെ ഇന്ത്യയിലെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കിടിലം കോമ്പറ്റീഷനാണ്. നമുക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പ്രൈസ് കൂട്ടാനൊന്നും സാധിക്കാത്തൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ലഭിക്കുന്ന ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്യുമ്പോൾ പ്രൈസ് സാധാരണ കൂടുതലാവാനാണ് ചാൻസ്. അപ്പോൾ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരികയാണെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോൺ തന്നെയാണ് പോക്കോ M3. തിരക്കേടില്ലാത്തൊരു ഫോൺ തന്നെയായിരിക്കും പോക്കോ M3. പക്ഷേ 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പോക്കോ M2യുടെ അടുത്ത് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ ഒരു ക്യാമറയുടെ കാര്യത്തിലൊഴികെ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഇന്ത്യൻ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 10,000 അല്ലെങ്കിൽ ഒരു 9,500 ആ ഒരു റേഞ്ച് വരെ ആണെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും ഇന്ത്യൻ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ. ബേസ് വേരിയൻറ്റ് 664 വെച്ചിട്ട് 10,000 രൂപയ്ക്ക് ലോഞ്ച് ചെയ്താലും നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. നമുക്കതായാലും വെയിറ്റ് ചെയ്യാം ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ പോക്കോ M3നെ പറ്റി അറിയേണ്ടതെല്ലാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പോക്കോ M3നെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.